എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ദൈവം തന്ന മനോഹരമായ മറ്റൊരു സമ്മാനമാണ് ജെൻസൺ അച്ഛൻ. ഈ ലാസ്ലീറ്റ് ആശ്രമത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഏകദിന ധ്യാനത്തിൽ സാധിക്കുമ്പോഴൊക്കെ ഞാൻ പോയി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പല വിധത്തിലുള്ള കൂദാശ ജീവിതത്തിലേക്ക് നമുക്ക് കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി പല അറേഞ്ച്മെൻറ്റ്സും ധ്യാനത്തോട് ചേർന്ന് ഒരുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ശരിക്കും കൂദാശകളോടുള്ള നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിലായിരുന്നു. അതായത് നമ്മൾ പള്ളിയിലേക്കുള്ള ചെറിയൊരു കയറ്റം കയറി വരുമ്പം നമ്മളിങ്ങനെ അനുഗ്രഹിക്കാൻ വെമ്പി നിൽക്കുന്ന ലാസ്ലൈറ്റ് മാതാവിനെ കാണാം. മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് സൈഡിലുള്ള സ്റ്റെപ്പിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പഴയ പള്ളിയാണ്. അവിടെ വെച്ചാണ് വിശുദ്ധ കുമ്പസാരം നടക്കുന്നത്. നമുക്കവിടെ ചെല്ലാം. ഒരുങ്ങി ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ ഒരുങ്ങാൻ വേണ്ടുന്ന ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ മനസ്സൊക്കെ ഒത്തിരി ഫ്രീ ആക്കി നമ്മൾ സന്തോഷത്തോടു കൂടി ചെല്ലുമ്പോൾ പുതിയ പള്ളിയിലേക്കാണ് പിന്നെ നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം കണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യം. ആ അരുളിക്കയുടെ കാലിൻ്റെ ഭാഗത്തേക്ക് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് അതിൽ കമിഴ്ന്ന് കിടന്ന് നമ്മളോടിങ്ങനെ ഈശോയെ എന്ന് വിളിക്കാൻ പറഞ്ഞ് ഈശോയോടുള്ള സ്നേഹത്താൽ ഈശോയെ ഇങ്ങനെ അമർത്തി ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അതായിരുന്നു എനിക്ക് ജെൻസൺ അച്ഛൻ. ഒരുപാട് ആദരവ് തോന്നും, അതിനേക്കാളേറെ സ്നേഹവും തോന്നും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയും അവരിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠമുണ്ട്. അത് ഈശോയോടുള്ള വിശ്വസ്തതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അവരെങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നത് എന്നതാണ്. അതായത് നമ്മൾക്ക് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന വിടവുകൾ മറ്റുള്ള വ്യക്തികൾ ഈശോയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഏറെ കൗതുകത്തോടു കൂടിയാണ് ജെൻസൺ അച്ഛൻ ഇങ്ങനെ ഈ ഈശോയെ പ്രഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പറയുന്നത്. ദിവ്യകാരുണ്യത്തിലേക്ക് ഇങ്ങനെ നോക്കി സ്നേഹത്തോടു കൂടിയിട്ട് ഈശോയെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അത് ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു വിളിയാണ്. അങ്ങനെയാണ് എനിക്ക് ജെൻസൺ അച്ഛനോടുള്ള ഒരു ബന്ധം ഇങ്ങനെ ആരംഭിക്കുന്നത്. ആൽഫിയെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആൽഫി ഒരു അത്ഭുതമാണ്. ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു അത്ഭുതം. എന്തുകൊണ്ടാണ് ആൽഫി ഒരു അത്ഭുതമാണെന്ന് പറയുന്നത്? ആൽഫിയുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങളുണ്ടായിട്ടും ആൽഫി സഹനങ്ങളെ നോക്കിക്കാണുന്ന രീതി, ആ രീതിയാണ് ആൽഫിയെ ഒരു അത്ഭുത വ്യക്തിയാക്കിയിട്ട് മാറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആൽഫി ജനിച്ച അന്ന് മുതൽ ഇന്നിപ്പം യുവതിയായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് വരെ ആൽഫിയുടെ ശരീരത്തിൽ മുഴുവൻ വിണ്ട് കീറുന്ന, തൊലിയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേകതരം രോഗമുണ്ട്. വസ്ത്രം മാറുമ്പോൾ പോലും ചിലപ്പോൾ തൊലി ഉരിഞ്ഞു പോവുകയാണ് വസ്ത്രത്തോടൊപ്പം. ഈശോയ്ക്കുണ്ടായ അതനുഭവമില്ല. ഈശോയെ ആ രക്തത്താൽ ഒട്ടിപ്പിടിച്ച ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതേ ആ വേദനയിലൂടെയൊക്കെ ആൽഫി കടന്നു പോയിട്ടും ആൽഫിക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. അതാണ് ആൽഫി ഒരു അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയൊരു രോഗം വരുമ്പോഴും
ഒരു പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്തുമാത്രം പരാതികളാണ്. ഇവിടെയാണ് നമ്മൾ ആൽഫിയൊന്ന് മാറി ചിന്തിച്ച് നോക്കിക്കേ, എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഈ സഹനങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടു കൂടി എടുക്കുവാനായിട്ട് സാധിക്കുന്നു. അതാണ് പറയുന്നത്, ആൽഫി ഭൂമിയിലേക്ക് അയച്ച ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാകുവാൻ വേണ്ടി അയച്ച അത്ഭുതമാണ് ആൽഫി എനിക്കറിയാം, അടുത്തറിയാം. വയനാട്ടിലെ നടവയിലടുത്ത് കായക്കുന്നിലുള്ള ഞങ്ങളുടെ ലാസ്ലറ്റ് ആശ്രമത്തിൽ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. പലപ്പോഴും ആൽഫി ഈ കൂട്ടായ്മകളിൽ വന്ന് പങ്കെടുക്കും. ഞാൻ ആൽഫിയുടെ ശിരസിൽ പല തവണ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആൽഫിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആൽഫി എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ രീതിയിൽ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അവിടുന്ന് മാറ്റം കിട്ടുന്ന സമയത്താണ്, അതിനോട് മുന്നോടിയായിട്ടാണ് ആൽഫിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി വയനാട്ടിൽ തന്നെയുള്ള സുനിഷ VF, നടവയിൽ ഉള്ള സുനിഷ VF എഴുതിയത് ഞാൻ കൂടുതൽ വായിക്കുവാനായിട്ടും അറിയുവാനായിട്ടും ഇടയായത്. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു അടര് ഞാൻ എടുത്ത് എഴുതുകയുണ്ടായി. എഴുതി കഴിഞ്ഞിട്ട് ആൽഫി എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ മറുപടി അയക്കുകയുണ്ടായി, അച്ഛാ ഞാനത് വായിച്ചു എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് ആൽഫി ഞാനൊരു വോയിസ് ക്ലിപ്പ് ആൽഫിക്ക് അയച്ചു, ഒരു ശബ്ദം അയച്ചു. ആൽഫി ഒത്തിരിയേറെ സന്തോഷം, ആൽഫി ഇത് വായിച്ചു എന്ന് പറഞ്ഞതിൽ. ആൽഫി അടുത്ത് അറിയും തോറും ആൽഫി ഒരു അത്ഭുതമാണെന്ന് അച്ഛനെ മനസ്സിലാകുന്നു. അതിന് മറുപടിയായിട്ട് ആൽഫി അയച്ച ഒരു സന്ദേശപത്രമാണ്, അച്ഛൻ അവിടെ ചൊവ്വാഴ്ച പള്ളിയിൽ ആരാധനയുടെ സമയത്ത് ആരുളിക്കയുടെ കാൽച്ചുവട്ടിൽ കരങ്ങൾ വെച്ച് അച്ഛൻ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോടൊരു കുഞ്ഞ് ആഗ്രഹം പറഞ്ഞിരുന്നു, ഈ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, എന്നോട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം പോലും ഈശോ സാധിച്ചു തന്നു എന്ന് പറയുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തന്നെ കുളിരണിയാണ്, നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരാളെങ്കിലും ആഗ്രഹിക്കുക. എന്നിട്ട് ആൽഫിയോട് പറയാതെ തന്നെ ഞാനൊരു ദിവസം ആൽഫിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആൽഫിയുടെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴാണ് ആൽഫി അവിടെ എത്താറായപ്പോൾ ഞാൻ പറയുന്നത് തന്നെ, അവിടെ എത്താറായി വീടൊക്കെ ചോദിക്കുന്നത് തന്നെ. എന്നിട്ട് കണ്ട മാത്രയിൽ വല്ലാത്തൊരു ആനന്ദം. നമുക്കറിയാലോ, ഒരാൾ പ്രത്യേകമായി നമ്മൾ അപ്രതീക്ഷിതമായ ഒരാൾ നമ്മുടെ ഭവനത്തിലേക്ക്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് എന്തുമാത്രം ആനന്ദം നമുക്കുണ്ടാവും. ആൽഫിയുടെ അപ്പനും അമ്മയും ചേച്ചിയുടെ കുഞ്ഞൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അന്ന് കുറച്ച് നേരം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ആൽഫിയെ ഒന്ന് ചേർത്ത് നിർത്തി. സത്യത്തിൽ ഞാൻ ആൽഫിയെ തൊട്ടപ്പം എന്നെ ദൈവം തൊട്ടത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ആൽഫി അതേക്കുറിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പുനർചിന്ത ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ സ്വകാര്യതയിൽ ഞാൻ ഈശോയുടെ കാതുകളിൽ മന്ത്രിച്ചിട്ടുണ്ട്, ഈശോയെ ജനസനച്ചൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ, എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നുണ്ടെങ്കിലേക്ക് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈശോയോട് പറഞ്ഞ ആഗ്രഹമാണ് ഇന്ന് ഈശോ എനിക്ക് സാധിച്ചു തന്നതെന്ന്. ഞാൻ വലിയ വ്യക്തിയായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഇതിലൊരു ചിന്ത കൊണ്ടുവരുന്ന പ്രകാരമാണ്. നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പല നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കേട്ടില്ലല്ലോ എന്നുള്ളൊരു വ്യഥ നമുക്കുണ്ട്. പക്ഷേ ആൽഫി എന്ന് പറയുന്ന മകൾ തൻ്റെ സഹനങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിലൊക്കെ ഒറ്റയ്ക്ക് രഹസ്യമായി ഈശോയുടെ കാതുകളിൽ മന്ത്രിച്ച ആ പ്രാർത്ഥന പോലും ഈശോ കേൾക്കുന്നു. എന്തൊരു അത്ഭുതമാണത്, എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ അതേ ആശയത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആൽഫി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈശോയുമായിട്ടുള്ള ആത്മാർത്ഥമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായാൽ ഹൃദയമിടിപ്പ് പോലും ഈശോ കേൾക്കും. നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലും ഈശോ കേൾക്കും. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നു എന്നൊക്കെ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ആൽഫിയെ പോലുള്ള വ്യക്തികളെ നോക്കിയിട്ടാണ്. ആൽഫി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആൽഫി ഒരു അത്ഭുതമാണ്. എനിക്കും നിനക്കും നിങ്ങൾക്കൊക്കെ അത്ഭുതമായി മാറുവാനുള്ള ഒരു അത്ഭുതമാണ്. സഹനങ്ങളെ പരാതിയില്ലാതെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ എന്നെ ഹഗ് ചെയ്യണമെന്നൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അത്ഭുതമെന്നല്ലാതെ മറ്റെന്താണ് പറയണേ? ആൽഫിക്ക് മുൻപിൽ ഞാൻ സ്വയം ചെറുതായി പോകുന്നു. ആൽഫിക്ക് മുമ്പിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, നമ്മളൊക്കെ വൈദികരും ഒക്കെ സ്വയം ചെറുതായി പോകുന്നു. ചേച്ചീൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ചേച്ചീനെ സഹായിച്ചിട്ടുള്ള അനുഭവങ്ങൾ, വ്യക്തികൾ, അവയെപ്പറ്റി ചേച്ചി പറയാമോ? എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഒരാളൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന വിശുദ്ധ കുർബാനകൾ ഒരു ആത്മീയ വിരുന്നായിട്ട് നമുക്ക് അനുഭവപ്പെടണം. നമ്മുടെ കുമ്പസാരക്കൂടുകൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക മാത്രമല്ല, അതിൽ നിന്ന് വലിയൊരു ദിവ്യ അനുഭവം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം.
ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കുന്ന സമയത്ത് കർത്താവ് ഏറ്റവും എളിമയോടുകൂടി ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നും ആ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാനും സാധിക്കണം. ഇതുപോലെ എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിനിടയിൽ എൻ്റെ ഈ ഓരോ അനുഭവങ്ങളെയും ഇങ്ങനെ എന്താ പറയുക, അഗ്നി ഊതി കത്തിക്കുന്ന പോലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്ന് കുറേയധികം വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അതിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് ഷാജിയച്ചനുണ്ട്. അതായത് ഷാജിയച്ചൻ്റെ വിശുദ്ധ കുർബാനകൾ വലിയൊരു അനുഭവമാണ്. നമുക്ക് ആ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്ക പ്രാർത്ഥന മുതൽ നമ്മൾ വേറെ ഏതെല്ലാമോ ലോകത്തെത്തുന്നത് പോലെ ഓരോ വാക്കുകളിലും ആ വാക്കുകൾ സ്ഫുരിപ്പിക്കുന്ന വലിയ അർത്ഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയതയുടെ ഇങ്ങനെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞ അടിവേര് വരെ എത്തിക്കുന്ന തരത്തിൽ അച്ഛൻ ഓരോ വാക്കുകളെ ഇങ്ങനെ ഉച്ചരിച്ച് പറയും. അച്ഛൻ്റെ അടുത്ത് നിന്നാണ് ദിവ്യകാരുണ്യത്തെ അത്രയും സ്നേഹത്തോടെ ദിവ്യകാരുണ്യത്തെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വൈദികനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അധികം സംസാരിക്കാതെ ദിവ്യകാരുണ്യത്തോടെ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ആ കർത്താവിനോട് ചേർത്ത് വെച്ച് അതിന് മുൻപിൽ തല കുനിച്ച് നിന്ന് അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് എപ്പോഴെങ്കിലും സാധിക്കണമെന്ന്. ആ ഒരു ആഗ്രഹമായിരിക്കാം പിന്നീടുള്ള എൻ്റെ ജീവിതയാത്രകളിൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുമ്പോഴെല്ലാം അതിലേക്ക് വളരാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരാളാണ് എൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന് തന്നെ ഞാൻ വിളിക്കും. അതിനേക്കാൾ ഉപരി ഞാൻ പറയാറുണ്ട് ഒരു വല്യപ്പച്ചൻ്റെ സ്ഥാനത്താണെന്ന്. ബെന്നി മുതിരക്കാലായിൽ അച്ഛൻ ഞങ്ങളുടെ ഇവിടെ ഇടവക വികാരിയായിരിക്കുന്ന സമയത്ത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ അച്ഛനുമായിട്ടുള്ളൊരു അടുപ്പം ആരംഭിക്കുന്നത്. അതായത് ജീവിതത്തിൽ എന്താ പറയുക, എനിക്കുണ്ടായ ഒരു ചെറിയൊരു മുറിവ് ഒരു വൈദികനോട് നമ്മൾ ഷെയർ ചെയ്യുന്നിടത്ത് മുതൽ എൻ്റെ ജീവിതത്തിലെ ഓരോ സ്പന്ദനങ്ങളിലും കൂടെ നിന്ന് എന്നെ ഗൈഡ് ചെയ്യാനും നമ്മുടെ വളർച്ചയിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന, എന്നെ ആത്മീയമായിട്ട് വളർത്താൻ, അതായത് എപ്പോഴും പറയാറുണ്ട് അച്ഛനെ എപ്പോൾ കണ്ടാലും ഒരു അനുഗ്രഹം വാങ്ങിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുക. ഇതൊക്കെ എനിക്ക് അങ്ങനെ ഒരു ശീലം തുടങ്ങിയത് അവിടെ നിന്നാണ്. അച്ഛനാണ് ശരിക്കും എൻ്റെ ഒരു ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളത്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആത്മീയതയിൽ നമ്മളെ ഒരുപാട് വളർത്തിയെടുത്ത് തരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തന്ന മറ്റൊരു വൈദികനാണ് അഗസ്റ്റിൻ അച്ഛൻ. അതായത് നടവയൽ ഇടവകയിൽ സഹവികാരിയായിരുന്നിട്ട് അച്ഛൻ ഇവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷവും എപ്പോഴും എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ അച്ഛൻ കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരുതരം അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ഇടവകയെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ഞാൻ ആ പെൺകുട്ടിയെ ഓർക്കാറുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയിലും ഞാൻ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് എന്നിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ വിശുദ്ധ കുർബാനകൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനെയെല്ലാം ചേർത്ത് പിടിക്കണമെന്നും അതിനെയെല്ലാം ഓർക്കണമെന്നും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ടെന്നും എന്നെ മനസ്സിലാക്കി തന്നൊരു വൈദികനാണ്. ഇതേപോലെ തന്നെ പല വിധത്തിലുള്ള പല സന്യസ്തർ, അതായത് പ്രാർത്ഥനയുടെ രൂപത്തിലാണെങ്കിലും പലതരം ഈവൻ മരുന്നിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമ്മുടെ ഈ മഠത്തിലുള്ള അമ്മമാരൊക്കെ ഉണ്ട്, മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ വഴികളിലൂടെ ചരിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഇത്രയും ബോൾഡാക്കി നിർത്താൻ എനിക്ക് സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യമായുള്ളിൽ വായീശോവേ, നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴ നീർത്തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ വാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഓക്കെ ചേച്ചി, അപ്പം കുറേ കാര്യങ്ങൾ ചേച്ചിയുടെ പാരൻസ് വഴിയും മറ്റ് പല രീതിയിൽ ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇനിയിപ്പം ചേച്ചിയുടെ മറ്റ് റിലേറ്റീവ്സ് വേറെ പലരും ചേച്ചീനെ ഇതുപോലെ തന്നെ ഇങ്ങനെ സ്പർശിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു തന്നിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കില്ല. അപ്പം അവരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓരോ വ്യക്തികളും തരുന്ന അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നതിന് പകരം ഓരോ വ്യക്തികളും തന്ന സംഭവങ്ങൾ എനിക്കെങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറയാം. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിലെ
സാധാരണ ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് പുഴയിൽ കൊണ്ടുപോയി കുളിക്കാൻ പറയും. നല്ല തണുപ്പ്, ശരീരം ചൂടാണ്, പുഴയിൽ പോയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറയും. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പുഴവെള്ളത്തിൽ കുളിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ വിറച്ചിങ്ങനെ വരത്തില്ലേ, അപ്പോൾ അങ്ങനെ വയലിലൂടെ ഇങ്ങനെ തല കുനിച്ച് പിടിച്ച് ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ഓടി വരുവാണ്. ഓടി വരുന്ന സമയത്ത് എൻ്റെ ഡാഡിയുടെ അനിയൻ്റെ ഭാര്യ ആൻറ്റി ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എന്നെ കണ്ടപാടെ ആൻറ്റി ചോദിച്ചു, കൊച്ചിനെ തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൻറ്റി എന്നെ വന്നു ഇങ്ങനെ അമർത്തി ചേർത്ത് പിടിച്ചു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീലിംഗ് ഉണ്ട്. അതായത് ശരീരത്തിലുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണ് ആളുകൾ എന്നെ എപ്പോഴും മാറ്റി നിർത്താറുള്ളത്. എന്നെ തൊടാൻ അവർക്ക് അസ്വസ്ഥതയാണ്, പല ആളുകൾക്കും കാണുമ്പോഴും ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി എന്നെ ആദ്യമായിട്ട്, ഒരു പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഹഗ്ഗിൽ ഒന്ന് അതാണെന്ന് ഞാൻ പറയും, മാതാപിതാക്കൾ ഒഴികെ. അവർ തീർച്ചയായിട്ടും നമ്മളെ ചേർത്ത് പിടിക്കുമല്ലോ. അപ്പോൾ ഈ ആൻറ്റിയുടെ ഒരു ഹഗ്ഗ് ഞാൻ ഒരുപാട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി സ്നേഹത്തോട് ഓർത്ത് വെക്കാറുണ്ട്. അതായത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ് മുറിയിൽ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ടെക്നിക്ക്. അതായത് കുട്ടികളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. കാരണം സ്പർശനം ഇഷ്ടപ്പെടാത്ത ആളുകളില്ല. അത് ചേർത്ത് പിടിക്കൽ ഒരുപാട് സ്നേഹമുണ്ട്, കരുതലുണ്ട്. ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചേർത്ത് പിടിക്കലാണ് ഈ ഒരു വാം ഹഗ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ആൻറ്റി തന്ന ആ ഒരു ഓർമ്മയിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മളെല്ലായിടത്തും അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രത്യേകം പറയുവാണെങ്കിൽ എൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ ഭാര്യ ആൻറ്റീൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏതിലെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആൻറ്റിയോട് ചേർന്ന് നമ്മളുണ്ടെങ്കിൽ, അല്ലെ ആ പരിസരത്ത് എവിടെയെങ്കിലും നമ്മളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിളിക്കും. അടുത്ത് വിളിച്ചിട്ട് ആൻറ്റി ചെയ്യുന്ന എൻ്റെ മോളാണിത് ഇങ്ങനെ പറയും. ഇതെനിക്ക് ഭയങ്കര അംഗീകാരമായിരുന്നു. അത് എത്ര സ്നേഹത്തോടെയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മോളെ പോലെയാണെന്നല്ല ആൻറ്റി പറയുക, എൻ്റെ മോളാണെന്നാണ് പറയുക. അത് ആരും ആയിക്കൊള്ളട്ടെ, എത്ര വലിയ സ്ഥാനത്തുള്ള ആളായാലും ആൻറ്റീൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും എത്ര വ്യത്യസ്ത മേഖലയിലുള്ള വ്യക്തികളാണെങ്കിലും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആൻറ്റി എനിക്ക് സ്ഥാനം തന്നിരുന്നു. ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ്. അതായത് എൻ്റെ ആണെന്ന് പറയുകയല്ല, അതൊരു അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാം. ഇത് ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല കുട്ടികളും അപകർഷതാബോധം ഉള്ളവരാണ്, അവരുടെ കുറവുകളെ ഓർത്തിട്ട് വലിയ വിഷമത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഞാൻ ഉപയോഗിച്ചത് ഈ ആൻറ്റി കാണിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഓരോരുത്തരിൽ നിന്നിങ്ങനെ ഒപ്പി എടുക്കുന്നുണ്ട്. അതൊക്കെ അവൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഓർമ്മയാണ്, എന്നെ എപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആൻറ്റിമാർ അവരുടെ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകും. മമ്മിയുടെ ഒരു ചേച്ചിയുണ്ട്, 2 ആൻറ്റിമാരുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അവർ 2 പേരും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാസങ്ങളോളം അവരുടെ മഠത്തിൽ പെർമിഷൻ എടുത്ത് എന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ കെയർ ചെയ്ത് മരുന്നും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ഞാൻ ബയോപ്സിയൊക്കെ ചെയ്തൊരു സമയം. അപ്പോൾ എൻ്റെ കാല് നനയ്ക്കാൻ പാടില്ല, സ്റ്റിച്ചുണ്ട്. ആ പെയിനിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരിക്കലും മമ്മിയുടെ കുറവ് അറിയാത്ത പോലെ എന്നെ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാഡിയുടെ അനിയത്തി ആൻറ്റി ഇതേപോലെ എത്രയോ മാസങ്ങൾ ആൻറ്റീൻ്റെ അടുത്ത് പോയി ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എന്നെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. ശരിയാണ്, മകളെ പോലെയാണ്, പക്ഷേ ആൻറ്റി കിടന്നിരുന്ന ആ ബെഡും കട്ടിലും എടുത്തു മാറ്റി അവിടെ എനിക്ക് സ്ഥലം തന്ന് താഴെ ഒരു പായ വിരിച്ച് ആൻറ്റി കിടന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ ഒത്തിരി എന്താ പറയുക, ആ സമയത്താണ് ഈ സൺബാത്ത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയും. നട്ടുച്ച സമയത്ത് ഒരു പായ വിരിച്ച് അതിന് മുകളിൽ വാഴയില വെട്ടി വിരിച്ച് അതിന് മുകളിൽ എന്നെ കിടത്തും. ഡ്രസ്സൊന്നും ഉണ്ടാവത്തില്ല. അതിന് മുകളിൽ എന്നെ കിടത്തി അതിന് മുകളിൽ വാഴയില വെച്ച് അതിന് മുകളിൽ പായിട്ട് കമ്പിളി മൂടി എന്നെ കിടത്തും. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞാനിങ്ങനെ വേർത്ത് കുളിക്കും. ശരീരം മുഴുവൻ സെറ്റ് ചെയ്ത് പോവാണ്. ചില സമയത്ത് ഈ ചൂട് സഹിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ ഏങ്ങലടിക്കും. ആ സമയത്ത് ഞാനിങ്ങനെ സങ്കടത്തോട് ആൻറ്റിയോട് പറയും. എന്നിട്ട് ആൻറ്റി ഇതെല്ലാം എടുത്തു മാറ്റി ഞാൻ അവിടെ നിൽക്കുമ്പോൾ തണുത്ത 7 കുടം വെള്ളം കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ഒഴിക്കണം. അത് ചെയ്തത് ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഓർക്കണം, എൻ്റെ ഡാഡിയുടെ അനിയത്തെയാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയാം. പക്ഷേ എന്താ പറയുക, ഒരു കുഞ്ഞിനെ പ്രസവിക്കുക പോലും ചെയ്യാഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാഞ്ഞിട്ട് പോലും മകളെ എന്നതുപോലെ എന്നെ അത്രയും കെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കടപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും എന്താ പറയുക, അതിന് മേളിൽ അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലായിടത്തും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മൾ ഇപ്പോൾ എൻ്റെ ഡാഡിയുടെ ഏറ്റവും വലിയ അനിയൻ്റെ ഭാര്യ ഇതുപോലെ ആൻറ്റി പറയാറുണ്ട്. പള്ളിയിലൊക്കെ വരുമ്പോൾ വലിയ സമ്മാനങ്ങളൊക്കെ വിളിച്ചു പറയുമ്പം ഇപ്പോഴും ആൻറ്റി പറയും, അതിനിടയിൽ എനിക്ക് ഉറപ്പാണ് നിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഞാനൊന്ന് നിവർന്ന് പള്ളിയിലിരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു സമ്മാനം കിട്ടിയല്ലോ എന്ന്. അതായത് അത് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴൊരു സന്തോഷമാണ്. കാരണം നമ്മൾ കളിച്ച് വളരുന്ന അവരുടെ മക്കളുടെ ഒപ്പം തന്നെ പോകുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്.
പക്ഷേ വിവേചനമില്ലാതെ അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കാനും കളിക്കാനും ഭക്ഷണം വാരി കഴിക്കാനും മറ്റാരെങ്കിലുമായി മാറ്റി നിർത്താനും നമ്മൾ ചേർത്ത് പിടിക്കാനും മമ്മിയുടെ വീട്ടിലാണെങ്കിലും അതെ, ഡാഡിയുടെ വീട്ടിലാണെങ്കിലും അതെ, ഒരുപാട് പേരത് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ചിരിയുടെ ഒരു ഭാഗം ക്രെഡിറ്റ് തീർച്ചയായിട്ടും അവർക്കും ഉള്ളതാണ്. നമ്മൾ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെയും ഒരു പേഴ്സണാലിറ്റീൻ്റെ ഒരു പകുതി ഭാഗം അവർ തന്ന കോൺട്രിബ്യൂഷനാണ്. അവർ കാണിച്ച വാം ഹഗ്, ചോറ്, നമുക്ക് എന്താ പറയുക, വിവേചനമില്ലാതെ ഈ പറഞ്ഞ പോലെ ചോറ് വാരിത്തരിക, നമ്മളെ ചേർത്ത് വയ്ക്കുക, അവരുടെ വീട്ടിൽ കിടത്തി ഉറക്കുക, കുളിപ്പിക്കുക, മരുന്ന് തേച്ച് തരിക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക. ഇതേപോലെ ഡാഡിയുടെ ഏറ്റവും ഒരു അനിയനുണ്ട്, അങ്കിളും ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ പുറത്തെവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെ ഫോൺ ചെയ്യും, നിന്നെ കാണാതെ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു എന്ന്. അതൊരു സ്നേഹമാണ്. മക്കളുണ്ടായിട്ടും നമ്മുടെ കുറവ് വലിയ ഫീലിംഗ് ആയിട്ട് കാണുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു അംഗീകാരമാണല്ലോ. ഇതുപോലെ എൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് എന്നെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും എന്നെ മകളായിട്ട് അംഗീകരിക്കാനും. അങ്ങനെ ഒരു കുറവിനും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് പോലും ഒരു ഫീലിംഗ് എനിക്ക് തരാതെ എന്നെ കൊണ്ടു നടന്നവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് പാരലലായിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. എന്താ പറയുക, പ്രത്യേകിച്ച് കടപ്പാടുകളൊന്നും ഇല്ലാഞ്ഞിട്ടും അവരെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ശക്തി. ദിവ്യകാരുണ്യനാഥനു മുന്നിൽ നിറമിഴികളുമായി അവൾ നിൽക്കുമ്പോൾ അവൾ അറിയാതെ ഈ ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ആൽഫി, യു ആർ എ സ്ട്രോങ് വുമൺ. യു ആർ എ സ്ട്രോങ് ഡോട്ടർ. അതിനെല്ലാം ഉപരി നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആൽഫിയെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ നടവയലിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ആൽഫി എന്ന് പറയുന്നത്. ആൽഫി ലാൽ വർഗീസ്, അതാണ് അവളുടെ പൂർണ്ണമായ പേര്. ഇഞ്ചിക്കാലായിൽ എന്നാണ് അവളുടെ വീട്ടുപേര്. 3 മക്കളിൽ നടുവത്തെ കുട്ടി. അവൾ തന്നെ അവളുടെ ജീവിതം ഒരു വെല്ലുവിളിയേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ കരുണയായിട്ടാണ് അവൾ കൂട്ടിയിരിക്കുന്നതെന്നാണ് അവൾ ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള പല വ്യക്തികളെയും ജീവിതത്തിൽ കണ്ടുമുട്ടിയപ്പോൾ എനിക്കുണ്ടായൊരു വ്യക്തിപരമായ അനുഭവം, ഇങ്ങനത്തെ കുട്ടികൾ, വ്യത്യസ്തരായ കുട്ടികളുള്ള കുടുംബത്തിന് ഒരു പ്രത്യേക ദൈവാനുഗ്രഹമുണ്ട്. ആരെക്കാൾ അധികമായിട്ട് ദൈവത്തോട് ചേർന്ന് പോകുന്ന ഒരു വിശ്വാസ കുടുംബം, അതുപോലെ തന്നെ ആ മക്കളാണ് ആ കുടുംബത്തിൻ്റെ സവിശേഷമായ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദു. അവരുടെ പെരുമാറ്റവും അവരെക്കുറിച്ചുള്ള കരുതലും അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന പ്രത്യേക പരിഗണനയൊക്കെ ആ കുടുംബത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വലിയൊരു കാരണമാകുന്നുണ്ട്. ദൈവം ഭൂമിയിൽ മനുഷ്യരെ വ്യത്യസ്തരായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആൽഫിയെ പോലെയുള്ള പലരെയും വളരെ വ്യത്യസ്തമായിട്ട് ദൈവം സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു കരുണ നമ്മളെ കാണിച്ചു തരാനുള്ള ഒരനുഭവം കൂടിയാണ്. ഈശോയോട് ചോദിച്ചില്ലേ, ഇവൻ തളർവാദ രോഗിയായത് ആരുടെ പാപം മൂലമാണെന്നാണ് ജനം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞെന്താ? ആരുടെയും പാപത്തിൻ്റെ പ്രശ്നമല്ല, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ ഇവനിൽ പ്രത്യക്ഷമാകാൻ വേണ്ടിയുള്ള സന്ദർഭമാണ് അവൻ്റെ ജീവിതം. അതുകൊണ്ട് ആൽഫി ഈ നടവയലാകുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ, വലിയൊരു ഇടവകയുടെ, വലിയൊരു ക്രിസ്തീയ സമൂഹം വസിക്കുന്ന ദേശത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. കാരണം അവൾ പഠിച്ചു, മിടുക്കിയായിരുന്നു, തന്നെ പഠിച്ചു, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി, BEd കഴിഞ്ഞു, കുറച്ച് നാൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം അവൾ തന്നെത്താൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും ഈ കാലത്ത് അവിടെ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈനിലൂടെ എല്ലാ കാര്യവും അവളുടെ ഗൈഡും മറ്റുള്ളവരും ലഭ്യമാക്കി കൊടുക്കുന്നു. അതെല്ലാം ഉപയോഗിച്ച് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ എന്നോട് പറയാതെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചും എനിക്ക് ചെയ്യണം. ഇതൊന്നും ആ കുട്ടിയുടെ സ്വന്തം കഴിവല്ല, അവളെ ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കുന്നതാണ്. അവളെപ്പോലെയുള്ള കുട്ടികൾ നമ്മളെക്കാൾ പ്രതിഭകളാണ് പലപ്പോഴും. അവിടെ കഴിവിൽ, അവിടെ ആഗ്രഹത്തിൽ, കാഴ്ചപ്പാടിൽ, നമുക്ക് തരുന്ന ഊർജത്തിൽ, നമുക്ക് തരുന്ന ഉത്സാഹത്തിലൊക്കെ അവർ നമുക്ക് വളരെ മുന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആൽഫിയെ പോലെയുള്ള പിള്ളേരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ,
കൂടുതൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മടി വെട്ടി എഴുന്നേറ്റ് നിരുത്സാഹം വിട്ട് ഉത്സാഹിതരാകാനൊക്കെ അവൾ പ്രേരണയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആൽഫിയെക്കുറിച്ച് മറ്റുള്ളവരറിയാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാകണം. അവളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അവൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ ഉറങ്ങിയിരിക്കുന്നവരുടെ ഉറക്കം വിട്ടിട്ട് എഴുന്നേക്കാനുള്ള പ്രേരണ അവർക്ക് തന്നെ കിട്ടിയിരിക്കും. അതിലൂടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ വാത്സല്യവും അവർക്ക് മനസ്സിലാകും. നമ്മുടെ കുടുംബങ്ങളിൽ രോഗികൾ ആരെങ്കിലും ആയാൽ നമ്മൾ ഉടനെ വേദനിക്കാറുണ്ട്, ചികിത്സയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ഉടനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്ക് കുറഞ്ഞു വരികയാണ്. ആൽഫിയെപ്പോലുള്ള കുട്ടി ഇതേവരെ മെഡിക്കൽ സയൻസിൽ അവളുടെ രോഗം ശരിക്കും നിർണ്ണയിക്കപ്പെട്ടില്ല. അത് രോഗിയൊന്നുമല്ല, അവൾ ദൈവം സൃഷ്ടിച്ച ഒരു പ്രത്യേക രീതിയിലാണ് ആൽഫി ഉള്ളത്. അതൊരു രോഗമല്ല. എല്ലാവരും അവളുടെ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് അവളായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാനും ആ കുട്ടിയെപ്പോലെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് കണ്ട് സ്നേഹിക്കുന്നവരാകാനുള്ള ഒരു ആത്മീയ പ്രേരണ നമുക്കുണ്ടാകണം. അതാണ് ആൽഫിയിൽ എന്ന് പറഞ്ഞ സന്ദേശം നമുക്ക്. ഒരു പക്ഷേ ഈ ജീവിതകാലം മുഴുവനും നല്ല സുഹൃത്തുക്കളെ കിട്ടാതെ ഞാൻ ഒറ്റപ്പെട്ടേക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഇനി എനിക്കിതുപോലെ മധുരമുള്ള ഓർമ്മകൾ തരുന്ന നല്ല സുഹൃത്തുക്കളെ ഒരിക്കലും കിട്ടിയില്ലെന്ന് വരാം, ജീവിതത്തിൽ ഞാൻ തനിച്ചായെന്ന് വരാം. പക്ഷെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് ഏറ്റവും നല്ലൊരു കമ്പാനിയനായിട്ട് ഈശോയെ എനിക്ക് എൻ്റെ കൂടെ തന്നെ കൂട്ടാൻ പറ്റും. എന്നെ ഒരു പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത, എൻ്റെ സങ്കടങ്ങളിൽ എന്നെ ഇട്ടിട്ട് പോവാത്ത, ഒരു സാഹചര്യത്തിൻ്റെ പേരിലും എൻ്റെ കയ്യിൽ പിടിച്ച കർത്താവ് ആ പിടി വിട്ട് വേറെ എവിടെയും പോകില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അതിനേക്കാൾ സ്നേഹമുള്ള 2 സുഹൃത്തുക്കളെ എനിക്ക് തന്നു. 2 ട്വിൻ സിസ്റ്റേഴ്സാണ്, അഞ്ജു ആൻഡ് മഞ്ജു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോലെയായിരുന്നു അവർ രണ്ടുപേരും. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ബെഞ്ചിലൊക്കെ പോയിരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഒരു വശത്ത് ഒരാളുണ്ട്, മറ്റൊരു വശത്ത് ഒരാളുണ്ട്. രണ്ടുപേരും മത്സരിച്ച് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. എപ്പോഴും വർത്തമാനം പറയും, ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, തമാശ പറയും, എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ആ 2 സുഹൃത്തുക്കൾ, ആ ഒരു സൗഹൃദം പറയുകയാണെങ്കിൽ ഒത്തിരി കാലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരിവിടെ നിന്ന് വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ നിന്ന് സ്ഥലം വിറ്റ് അവർ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നീട് എനിക്ക് എൻ്റെ ജീവിതകാലത്ത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു, അറിയാൻ ആഗ്രഹിച്ചിരുന്നു അവരെവിടെ പോയെന്ന്, എവിടുത്തുകാരാണ്, ഒന്നും എനിക്കറിയാൻ സാധിച്ചില്ല. കാരണം ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് അവരെക്കുറിച്ച് ഒരു വിവരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാതി വഴിയിൽ എനിക്ക് അവരെ നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഹലോ, ഇത് ആൽഫിയാണോ? ഞാൻ അഞ്ജു ആണ്. ഞാൻ ശാലോം ടിവിയിലെ വീഡിയോ കണ്ടു വിളിക്കുന്നതാണ്. അഞ്ജു. എന്നെ ഉണ്ട് വിശേഷം? ഞാനിപ്പോ അയർലൻഡ്, പിന്നെ മഞ്ജു UK ഒക്കെ, ഞങ്ങൾ 2 സ്ഥലത്തൊക്കെയാണ്. എങ്കിലും ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പേരൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി സർപ്രൈസ് ആയിപ്പോയി. ഇങ്ങനെ ഒരു ഫ്രണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും വളരെ അപ്രതീക്ഷിതമായിരുന്നു അത്. അങ്ങനെ ഞങ്ങള് ഷാലോമിലോട്ട് വിളിച്ച് അന്വേഷിച്ച് അവിടുന്നാണ് എനിക്ക് ആൽഫീന്റെ നമ്പർ കിട്ടിയത്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള്. ചെറിയ ക്ലാസ്സിൽ അങ്ങനെ ആ കോണ്ടാക്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞപ്പോ ഞാനത് സംസാരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നാണ് വിചാരിച്ചത്. അതെ, എന്താണേലും വളരെ അവിചാരിതമായ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയത് സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. അന്നപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ വന്നു, നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഒരു ഓർമ്മയും എവിടെയും വരുന്നൊന്നുമില്ല. പിന്നെ ആൽഫി ഇത് അങ്ങനെയാണ് ഞാനിപ്പം ഇങ്ങനെ ഇപ്പൊ ഷാലോമിലൊക്കെ വിളിച്ച്, പിന്നെ പണ്ടത്തെ നഴ്സറി ഫോട്ടോസ് ഒക്കെ കണ്ട്, അങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു ഓർമ്മ.